പച്ചവെള്ളം, ശുദ്ധമായ പച്ചവെള്ളം, മനുഷ്യന്റെ ജീവവായു, ജീവജലം എന്ന് വിശേഷിക്കപ്പെട്ട വെള്ളം. ഈ വെള്ളത്തിലാണെങ്കിൽ വിശുദ്ധ ഇസ്ലാം അംഗസ്നാനം ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ, ഈ വെള്ളത്തെ ശുദ്ധീകരണ വസ്തുവാക്കിയ ദൈവത്തിനാണ് സർവസ്തുതിയും, ഈ വെള്ളത്തെ ശുദ്ധീകരണ വസ്തുവാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന ഒരു മന്ത്രം ചൊല്ലാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് വെള്ളത്തെ ശുദ്ധീകരണ വസ്തുവാക്കിയ ദൈവത്തിന് സ്തുതിക്കാൻ കാരണം? എന്താണ്? വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നത് ഓക്സിജനും ഹൈഡ്രജനുമാണെന്ന് പറയുന്നു. ഒരിക്കലും ചേരാത്ത രണ്ട് വസ്തുക്കളാണ് ഓക്സിജനും ഹൈഡ്രജനും. വിപരീത സ്വഭാവവും വിപരീത ഫലവും വിപരീത ഗുണങ്ങളും ഉള്ളതാണ് ഹൈഡ്രജനും ഓക്സിജനും. ഒന്ന് പൊട്ടിത്തെറിക്കാൻ സഹായിക്കുന്നതും ഒന്ന് ആളിക്കത്തിക്കാൻ സഹായിക്കുന്നതും. ഈ രണ്ട് വസ്തുക്കളെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഏകോപിപ്പിച്ചപ്പോൾ അത് മനുഷ്യന് കുടിക്കാനും ശുദ്ധീകരിക്കാനും പറ്റുന്ന അത്ഭുതകരമായ വെള്ളമായി മാറി. ഈ ദൈവത്തെ സ്തുതിക്കണ്ടേ? ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് അങ്ങനെ ഒരു മന്ത്രം പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം. അത് എല്ലാ മുസ്ലിങ്ങളും വുളൂ കർമ്മം, അംഗസ്നാനം ചെയ്യുമ്പോൾ ആ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് തുടങ്ങാറ്. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വഹൂറ. എന്നാൽ ഇന്ന് ഈ പച്ചവെള്ളത്തിൽ നിന്ന്, ദൈവികമായ ദൈവത്തിന്റെ വരദാനമായ നാച്ചുറൽ വാട്ടറിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഒരു പ്രചരണവുമാണ് ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനോട് പച്ചവെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ വിഷം കുടിക്കുന്ന പോലെയാണ് അവൻ കരുതുക. പച്ചവെള്ളത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു. പ്രത്യേകിച്ച് വെള്ളം സുലഭമായി ലഭിക്കുന്ന നമ്മുടെ കേരളക്കരയിലെ കുഞ്ഞുങ്ങൾ പോലും പച്ചവെള്ളം ഉപേക്ഷിച്ച്, കിണറിലെ പച്ചവെള്ളം ഉപേക്ഷിച്ച് ബോട്ടൽ വാട്ടറുകളും അതുപോലെ തന്നെ ശുദ്ധീകരിച്ച വെള്ളവും അതുപോലെ തന്നെ ചൂടാക്കി തണുപ്പിച്ച വെള്ളവും കുടിക്കുന്ന ഒരു സാഹചര്യം. വെള്ളം ശുദ്ധീകരിക്കുമ്പോഴും വെള്ളം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു വൈപരീത്യമില്ല. വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ ശുദ്ധീകരണ വസ്തുവാണ്. ആ വെള്ളത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിന്റെ നാച്ചുറലായ ഗുണങ്ങളെ ഇല്ലാതാക്കുക എന്നല്ലേ അർത്ഥം. വെള്ളം ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ചൂടാക്കിയ വെള്ളം കുടിച്ചാലും തണുപ്പിച്ച വെള്ളം കുടിച്ചാലുമുള്ള ഗുണവും ദോഷവും എന്താണ്? നമുക്കൊന്ന് ആലോചിക്കാം. ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കുക, അത് ചൂടാക്കി തണുപ്പിക്കുക, തണുപ്പിച്ചതിന് ശേഷം ചെറിയ ഒരു മീൻ കുഞ്ഞിനെ എടുത്തിട്ട് ആ ചൂടാക്കി തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ആ വെള്ളത്തിൽ കിടന്ന്, ചൂടാറി തണുപ്പിച്ച വെള്ളത്തിൽ കിടന്ന് പെടഞ്ഞ് ആ മീൻ കുഞ്ഞ് ചത്തുപോകും. ഇത് ലാബിൽ പോയിട്ട് പരിശോധിക്കേണ്ട ഒരു സംഗതിയല്ല. നമ്മുടെ വീട്ടിൽ തോട്ടിൽ നിന്ന് മീനെ പിടിക്കുക, മത്സ്യക്കുഞ്ഞിനെ പിടിക്കുക, എന്നിട്ട് വീട്ടിലെ വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാറി തണുപ്പിച്ച വെള്ളത്തിൽ മീൻ കുഞ്ഞിനിട്ട് കഴിഞ്ഞാൽ ആ മീൻ കുഞ്ഞ് ആ വെള്ളത്തിൽ കടന്ന് ശ്വാസം കിട്ടുന്നതിന് പകരം ശ്വാസം കിട്ടാതെ ചത്തുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വെള്ളം ചൂടാകുമ്പോൾ അതിലെ ഓക്സിജൻ നീരാവിയായി ആകാശത്തേക്ക് ഉയരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പൊ വെള്ളം ചൂടാക്കി കഴിഞ്ഞാൽ നഷ്ടമാകുന്നത് എന്താണ്? വെള്ളം കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് എന്താണ്? വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ രക്തത്തിലേക്ക് എത്തുക. അപ്പൊ ചൂടാക്കിയ വെള്ളത്തിൽ, ചൂടാറി തണുപ്പിച്ച വെള്ളത്തിൽ ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഗുണം നഷ്ടമായ ഒരു ചണ്ടിയാണ് നമ്മൾ കുടിക്കുന്നത് എന്നർത്ഥം. ഈ ചൂടാക്കി തണുപ്പിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമാകുന്നത് എന്താണ്? ഒന്ന്, ലൈംഗിക ശേഷി നഷ്ടമാകുന്നു. ആധുനിക സമൂഹത്തിന്റെ, ആധുനിക യുവതയുടെ ഒരു പ്രശ്നം എന്താണ്? ലൈംഗിക ശേഷി നഷ്ടമായതാണ്. അതുകൊണ്ട് തന്നെ ഏത് പത്രം എടുത്തു നോക്കിയാലും, മതപത്രമാകട്ടെ, രാഷ്ട്രീയ പത്രമാകട്ടെ, സിനിമാ പത്രങ്ങളാകട്ടെ, ഏത് പത്രങ്ങൾ എടുത്തു നോക്കിയാലും ലൈംഗിക ശേഷി കുറവിനെ കുറിച്ചുള്ള അത് സംബന്ധമായുള്ള മരുന്നുകളുടെ മത്സരമാണ്. ലൈംഗിക ശേഷി കുറവ്. റോഡിലുണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബോർഡ് കാണുന്നത് സെക്ഷൽ പ്രോബ്ലങ്ങൾക്ക് എല്ലാവിധ പരിഹാരവും ഈ ക്യാപ്സ്യൂൾ കഴിക്കൂ എന്നാണ്. അങ്ങനെ കേരളക്കരയിലെ മൊത്തം മനുഷ്യർക്കും ലൈംഗിക ശേഷി പ്രശ്നം, ലൈംഗിക ശേഷി നഷ്ടമായ രീതിയിൽ ലൈംഗിക ശേഷി വീണ്ടെടുക്കാൻ ആവശ്യമായ മരുന്നുകൾ ആഗോള സാമ്രാജ്യത്വ ലോബികളും അതുപോലെ തന്നെ ഇവിടെയുള്ള മാഫിയകളും ആ രംഗത്താണ്. അതിന് കാരണം എന്താണ്? പച്ചവെള്ളം ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ ഒരു മുസ്ലിമിന് ഇസ്ലാമികമായ ആദർശബോധം നഷ്ടമായി, എന്നിട്ട് അവനക്ക് തീവ്രവാദത്തിലേക്ക് അവൻ നീങ്ങുന്നു. ഒരു ഹിന്ദുവിന് ഹിന്ദു എന്ന രീതിയിലുള്ള ആദർശബോധം നഷ്ടമായിട്ട് അവൻ ഫാഷിസത്തിലേക്ക് നീങ്ങുന്നു. ഒരു ഇന്ത്യക്കാരൻ, ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ ക്രിസ്ത്യാനി എന്ന ആദർശബോധം നഷ്ടമായി അവൻ ക്രിസ്ത്യൻ തീവ്രവാദത്തിലേക്ക് നീങ്ങുന്നു. ഒരു ഇന്ത്യക്കാരൻ ഭാരതീയൻ എന്ന ആദർശബോധം നഷ്ടമായി അവൻ രാജ്യദ്രോഹിയും രാജ്യത്തോട് കൂറില്ലാത്തവനുമാകുന്നു. ഇത് തന്നെയാണ് നമ്മുടെ രാജ്യദ്രോഹികൾ ആഗ്രഹിച്ചത്.
പച്ചവെള്ളം കുടിക്കാതായപ്പോഴോ ലൈംഗിക ശേഷി നഷ്ടമായി. പ്രകൃതിശാസ്ത്രം, പ്രകൃതി പറയുന്നു, പ്രകൃതി വൈദ്യന്മാർ പറയുന്നു, പ്രകൃതി ശാസ്ത്രവും പറയുന്നു, പച്ചവെള്ളം കുടിക്കാതിരുന്നാൽ ലൈംഗിക ശേഷി നഷ്ടമാകും, പച്ചവെള്ളം കുടിക്കാതിരുന്നാൽ ആദർശശേഷി നഷ്ടമാകും. അതുകൊണ്ട് നമ്മുടെ പിഞ്ചു മക്കളെ കിണറിൽ നിന്നുള്ള, പ്രകൃതിയുടെ മാറിടമായ കിണറിൽ നിന്ന്, പ്രകൃതിയുടെ അമ്മിഞ്ഞയായ ശുദ്ധമായ പച്ചവെള്ളം കുടിച്ച് ശീലിപ്പിക്കുക. ദൈവം നമ്മുടെ തലമുറകളെ കാക്കുമാറാകട്ടെ.